ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ അവരുടെ സ്വപ്നങ്ങളും ആശങ്കകളും പ്രതീക്ഷകളും പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കാനായിട്ട് നമ്മളുടെ യൂത്ത് മിനിസ്റ്റർ തന്നെ ഇൻവോൾവ് ആയിരിക്കുന്ന 4 പേർ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടുത്താം. മെൽവിൻ പ്ലീസ്. എൻ്റെ പേര് മെൽവിൻ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ടിൻഡു സോണി, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് അജയ് റൊണാറ്റസ് പ്രൈം എന്നാണ്, വയനാട്ടിലാണ് വീട്, കൽപ്പറ്റയിൽ. വെൽക്കം. എൻ്റെ പേര് റിയ ജോയി, വയനാട് മാനന്തവാടി സ്വദേശിനിയാണ്. എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ടേണിംഗ് പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്ന മാസ്ട്രബേഷൻ എന്ന ഈവലിനെ പറ്റിയായിരുന്നു. നിങ്ങൾ ഇതിന് മുമ്പ് 2 എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ പോയി ഉറപ്പായിട്ടും ആ 2 എപ്പിസോഡ് കണ്ടിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് മാസ്ട്രബേഷൻ എങ്ങനെ ഒരാളുടെ ലൈഫിനെ മാറ്റിമറിക്കാം, വിശുദ്ധിയിൽ നിർത്തി കളയാം, ഒരു പേഴ്സണൽ കോളിൽ നിന്നും സാങ്ക്ടിറ്റിയിൽ നിന്നൊക്കെ മാറ്റി നിർത്താം എന്നുള്ളതും എങ്ങനെ കമ്മൗട്ട് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു നിർത്തുന്നത് കണ്ടിന്യൂ ആണെങ്കിൽ ഒരു മെയിൻ സാധനം നമ്മൾ വിട്ടുപോയത്, എവിടെയാണ് ഈ മാസ്ട്രബേഷൻ ചെയ്യാനുള്ള ഒരു ത്വര, ഒരു ട്രിഗേഴ്സ് വരുന്നത്. അത് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ വിചാരിക്കുന്നത്. ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒരാളെ എങ്ങനെ ഇതിനകത്ത് നമ്മൾ ഒട്ടും ഇതിനകത്ത് അവെയർ ആയിരിക്കില്ല, പലപ്പോഴും നമ്മളങ്ങ് വീണ് പോകുന്നതായിരിക്കും പലരും. അപ്പോൾ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. ട്രിഗറിങ് ഫാക്ടേഴ്സ്, മാസ്റ്റർബേഷന് ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് പലതുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് പിയർ പ്രഷർ ആയിരിക്കാം. അതായത് കൂടെയുള്ള ആൾക്കാരുടെ ഒപ്പം എത്തുക, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു ലെവൽ അടിക്കുക എന്ന് പറയുന്ന ഒരു എന്നൊരു കാര്യമുണ്ട്. അതായത് കുട്ടികളുടെ ഇടയിൽ എന്നല്ല, മോസ്റ്റ് ഓഫ് ആൾക്കാരുടെ ഇടയിലും ഞാൻ എന്തോ ബാക്കിയുള്ളവരുടെ കൂടെ പെടാത്ത ഒരാള്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുറവുണ്ട് എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ത്വര ഉണ്ടാവുന്ന ഒരു സംഭവം കണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയൊരു ട്രിഗറിങ് ഫാക്ടറാണ്. ഇതിന് പിന്നെ ഒരു സൈക്കിൾ കാണുമായിരിക്കും. നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. അത് ഒരുവിധം ആ പ്രോസസ്സ് വന്നവർക്ക് എല്ലാവർക്കും അത് കറക്റ്റായിട്ട് അറിയാം. തനിയെ ഇരിക്കുന്ന ഒരു സമയത്താണോ, അതോ രാത്രിയിൽ 10 മണിക്ക് ശേഷവും 9 മണിക്ക് ശേഷവും നമ്മൾ ആ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ, ഫോണിന്റെ ഒരു സംഭവം വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു വേറെ, ഞാൻ ഒരിക്കലും വേറൊന്നും സെർച്ച് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മളിങ്ങനെ ഇങ്ങനെ വിട്ട് നമ്മൾ പിന്നീട് മിക്കവാറും എൻ്റർ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കും, മാസ്റ്റർബേഷനിലേക്ക്. ഇത് ചേച്ചി പറഞ്ഞൊരു അതിൻ്റെ അതർ സൈഡ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ മനഃപൂർവ്വം ഒരാൾ മാസ്റ്റർബേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റൻഷനോടെ ഒന്നും വീഡിയോ കാണാൻ പോകുന്നതായിരിക്കില്ല. ഇങ്ങനെ ഒരു ഇൻഫ്ലാക്ച്വേഷൻ ഒക്കെ ഉള്ള ഒരാൾ, ടെംപ്റ്റഡ് ആയിരിക്കുന്ന ഒരാൾ സ്ക്രോൾ ചെയ്ത് ആക്സിഡന്റലി ജമ്പ് ഇൻടു ദാറ്റ്. അപ്പോൾ അതിനകത്ത് ശരിക്കും ആബ്സ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. അതായത് ഫോൺ 9 മണിക്ക് ശേഷം ഞാൻ മാറ്റി വെക്കും, അല്ലെ 10 മണിക്ക് ശേഷം ഞാനത് യൂസ് ചെയ്യില്ല. അത് എനിക്ക് എൻ്റെ റൂമിൽ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പുറത്തും റൂമിൽ കൊണ്ടുപോയി. ബൈബിളിൽ ഇത് നല്ലൊരു സ്റ്റോറി ഉണ്ട്. ഡേവിഡിന്റെ ഫോൺ, ദാവീദിന്റെ വീഴ്ച പറയുന്നത്, ചെറിയ കാര്യങ്ങൾ അവഗണിച്ചാൽ അല്പാൽപമായി നശിക്കുന്ന പ്രവാചകം പറയുന്നുണ്ട്. അവൻ മനഃപൂർവ്വം പോയി അവളെ വ്യഭിചാരം ചെയ്യാനോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ കൊല്ലാനോ, ബത്ശേബയുടെ ഭർത്താവിനെ കൊല്ലാനോ തീരുമാനിച്ചിരുന്നില്ല. എല്ലാവരും യുദ്ധത്തിന് പോയ സമയത്ത് അവൻ നട്ടുച്ച കിടന്ന് ഉറങ്ങിയിട്ട് അവൻ മേളിൽ കൂടെ ഉലാത്താൻ പോയപ്പോഴത്തേക്കാണ് സ്ത്രീയെ കാണുന്നതും പാപം ചെയ്യുന്നതും ഒക്കെ. ഒരു അലസമായ മനസ്സിൽ നിന്നാണ് ഈ സാധനം, വളരെ കാഷ്വലായ കാര്യങ്ങൾ ഇടപെട്ടിട്ടാണ് ഈ വലിയ പാപത്തിൽ നിന്ന് ഇടിച്ചു കുത്തി വീഴുന്നത്. അതേപോലെ തന്നെ ബൈബിളിൽ വേറൊരു കഥാപാത്രമുണ്ട്, ജോസഫ് എന്ന് പറഞ്ഞു. തനിക്ക് ചെയ്യാനൊരു അവസരം കൃത്യമായിട്ടുണ്ട്. പുത്തിഫറിന്റെ ഭാര്യയുമായിട്ട് നമുക്കാണെങ്കിൽ ഒന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി എങ്ങനെ ഊരും, അങ്ങനെ എല്ലാ സാഹചര്യവും പുള്ളിക്കാരുടെ കൺസെന്റും ഉണ്ട്. ഫുള്ളി കവേർഡ് സിറ്റുവേഷൻ ആണ്. ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. അതായത് നമുക്ക് ഫോൺ അവൈലബിൾ ആണ്, പ്രൈവസി, നമ്മുടെ റൂമുണ്ട്, അല്ലെങ്കിൽ ബാത്റൂമുണ്ട്, വേറെ എവിടെയെങ്കിലും ഉണ്ട്. അപ്പം എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒത്തുവരുമ്പോഴേക്കും നമ്മൾ പാപം. ഇപ്പം ഞാൻ ഒരാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ കൊല്ലാതിരിക്കുന്നതിന്റെ മെയിൻ കാരണം വെച്ചാൽ ഒരുപക്ഷെ ആ പോലീസിനെ പേടിച്ചിട്ടും പല കാര്യങ്ങളും. പക്ഷെ നമുക്ക് നേരെ ഓപ്പോസിറ്റ്, ദൈവം കാണുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മളാണെങ്കിൽ ഈ ലോകത്തിൽ നമ്മളാണെങ്കിൽ പോലീസിനെ പിടിച്ച് ചെയ്യാതിരിക്കുമ്പോഴേക്കും ദൈവം നോക്കുന്നത് നമ്മൾ 2 എക്സ്ട്രീമാണ് കാണുന്നത്. യു ആർ ഓൾവേസ് അണ്ടർ CCTV ക്യാമറ. മുകളിൽ നിന്ന് ക്യാമറ, താഴേക്ക് ഇവിടെ എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്. ഇത് വളരെ മനോഹരമായ ആത്മീയതയാണ് മെൽവിൻ ഇപ്പോൾ പങ്കുവെച്ചത്. ഞാനിങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഈ ഇതിന് പോയില്ലെന്നറിയാം. നമ്മളിപ്പോൾ ഒരു പാപം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് പോസ് ചെയ്ത് അതിന് ഓവർകം ചെയ്യുകയാണെങ്കിൽ
ഭയങ്കര റിവാർഡ് കിട്ടുകയും ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ഭയങ്കര നെക്സ്റ്റ് ലെവൽ ഗ്രോത്ത്, ഒരു ഭയങ്കര ഹൈ സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കുകയും ചെയ്യും. അതെ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു വിഷ്യസ് സൈക്കിൾ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ മാസ്റ്റർബേഷനിലോട്ട് ആളെങ്കിലും എങ്ങനെയും എത്തിക്കഴിഞ്ഞാൽ സ്ട്രെസ് റിലീഫ് ആണെന്ന് പറയുന്നു. സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് പയ്യെ നമ്മളെ പ്രൊക്രാസ്റ്റിനേഷനോട് എത്തിക്കും. ഈ പ്രൊക്രാസ്റ്റിനേഷൻ പിന്നെയും നമ്മളിരുന്ന്, അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഫീഡൊക്കെ വരുമ്പോഴേക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷൻ പോലും പ്രശ്നമല്ല എന്ന് പറഞ്ഞു വരുന്നത്. ഇറ്റ്സ് എ കോപ്പിംഗ് മെക്കാനിസം. അത് നമ്മൾ ലേസി ആവുന്നതല്ല. അത് നമ്മൾ പറയുന്നത് നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എനിവേസ്. അപ്പോൾ ഈ പിന്നെയും പോവുക, അതായത് മാസ്റ്റർബേറ്റ് ചെയ്യുന്നു, പ്രൊക്രാസ്റ്റിനേറ്റ് പിന്നെ ഈ പറയുന്ന ഓരോ ഫീൽഡിലേക്ക് നോക്കുന്നു. മൊബൈൽ ഫോൺ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ അഡിക്ഷനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സ്ക്രോളിംഗ് ആണ് ഇന്നത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരു അഡിക്ഷൻ. കാരണം ആരും അതിനെക്കുറിച്ച് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് ആണ് എന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ നോക്കി നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ ഈ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതല്ല നമ്മൾ കാണുന്നത്, സജസ്റ്റഡ് സാധനങ്ങളെ വരുന്നത്. പലപ്പോഴും ഈ ആൽഗോരിതം വർക്ക് ചെയ്ത്, ഇപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ പല ആൾക്കാരും വളരെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കയറുമ്പോഴേക്കും ചില കാര്യങ്ങൾ ഇങ്ങനെ വരും, സജഷനോട് ഇങ്ങനെ വരും. പിന്നെ അത് കണ്ട് എന്നാ അടുത്ത കാണാം പറഞ്ഞ് ഇങ്ങനെ പോവാം. അജയ് പറഞ്ഞപ്പോൾ ഈവൻ നമുക്ക് ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും നമ്മളെ കളിയാക്കി, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, നമ്മൾ വേദനിച്ച് നിൽക്കുന്ന ഒരു നിമിഷമാണെങ്കിൽ പോലും ഇതുപോലെ മൈൻഡ്ലെസ് സ്ക്രോളിലേക്ക് നമ്മൾ കയറും. അപ്പം അതൊരു ആദ്യത്തെ ക്യൂ. ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ മറ്റേ സംഭവം വന്നു, പിന്നെ അതിലേക്ക് കയറി പിടിച്ചു, പിന്നെ എൻഡ് റിസൾട്ട് അല്ലെ റിവാർഡിലേക്ക് നമ്മൾ എത്തുവാണ്. അപ്പൊ ഈ സൈക്കിളാണ് നമ്മൾ പൊളിക്കേണ്ടത്, ഒരു ട്രിഗറിംഗ് ഫാക്ടർ ബ്രേക്ക് ചെയ്യേണ്ട സാധനം. ബൈബിളിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് പാപഹേതു ആകുന്നുവെങ്കിൽ അത് ചൂടിനെടുത്ത് ദൂരെ എറിയുക. നിങ്ങളുടെ കൈ നിങ്ങൾ പ്രശ്നമാണ്, അതെടുത്ത് വെട്ടിക്കളയുക. അതില്ലാതെ സ്വർഗത്തിൽ കയറുന്നതാണ് ഏറ്റവും ബെറ്റർ. മിച്ചൊന്നും കാണത്തില്ല. ഇൻ റിയാലിറ്റി നമുക്ക് പ്രാക്ടിക്കൽ സെൻസിൽ അത് നോക്കുവാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്നെ പാപത്തിലേക്ക് തള്ളിവിടുന്നെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഒരു ധൈര്യം എനിക്ക്, യൂട്യൂബ് എനിക്ക് പ്രശ്നമാകുന്നെങ്കിൽ എൻ്റെ ആത്മാവിനേക്കാളും വലുതല്ല എൻ്റെ യൂട്യൂബിനകത്തുള്ള എന്റർടൈൻമെന്റ്. എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സോഡസ് 90 എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ എക്സസൈസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഞാൻ ആ ഒരു വേണ്ടാന്ന് വെച്ചതിന്റെ പേരിൽ എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. പകരം എനിക്ക് നേട്ടങ്ങൾ മാത്രം ഉണ്ട്. എനിക്ക് കിട്ടിയ സമയത്തെ ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം, നമ്മളൊരു പാപത്തെ എടുത്ത് മാറ്റുമ്പോൾ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വാക്യൂമിനകത്ത് അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിത് മാറ്റി വെക്കുമ്പോഴേക്കും കിട്ടുന്നൊരു സമയമുണ്ട്. ഒരുപക്ഷെ പാടായിരിക്കും, കോൺഷ്യസ് ആയിട്ട് നമ്മൾ മാറ്റുമ്പോൾ ഒരു പാടായൊരു സമയം. അവിടെ നമുക്ക് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും നമ്മൾ ആ സമയത്തെ പൂർണ്ണമായിട്ട് വിനയിക്കാൻ, ഒരുപക്ഷെ ആ ട്രിഗർ മാറ്റുന്നത് കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ ഭയങ്കര വരും. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫർമേഷന്റെ ഒരു അബണ്ടൻസ് ആണല്ലോ. ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് ആദ്യം വേറെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പറയുന്നത് ഈ മൈൻഡ്ലെസ് സ്ക്രോളിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ജേർണലിംഗ് ആദ്യം നടത്തുക. ഏത് പോയിന്റാണ് നിനക്ക് വേണ്ടത്? നമ്മൾ ഒത്തിരി പോഡ്കാസ്റ്റ് ഇത് മണ്ണാങ്കട്ട എല്ലാം കാണുമല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ തന്നെ ടോപ്പിക്ക്, ഏതാളുടെ ടോപ്പിക്ക്, ഏത് പോഡ്കാസ്റ്റ്, ഇതൊക്കെ എഴുതി വെച്ചിട്ട് അത് മാത്രം കണ്ട് നിങ്ങൾ അതിന് ഒരു വചനമല്ലേ, എൻ്റെ ദൈവമേ എൻ്റെ ചിന്തകൾക്കും ഇത് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവമേ എൻ്റെ കണ്ണുകൾക്കും എൻ്റെ ചിന്തകൾക്കും എൻ്റെ കാഴ്ചകൾക്കും എൻ്റെ സംസാരങ്ങൾക്കും വാതിലും ഓടാമ്പലും ഇടണം പ്രാർത്ഥിക്കുന്ന വളരെ ഇഫക്റ്റീവായ സാധനമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നിന്ന് ഒരു നെക്സ്റ്റ് ലെവൽ, നമുക്ക് ഈ ടേണിംഗ് പോയിന്റിനോട് ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിച്ചപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ കുറെ കേസസ് ഉണ്ട്, റിയൽ കേസസ് ഉണ്ട് യങ്സ്റ്റേഴ്സിന്റെ. ഈ നമ്മൾ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടൊക്കെ കിട്ടിയ മാസ്റ്റർബേഷനെ പറ്റിയും പോണോഗ്രഫി അഡിക്ഷനെ പറ്റിയുള്ള നമുക്ക് 1-2 കേസുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്ക് ഉപകാരപ്പെടുന്നു. റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണല്ലോ. ഞാനൊരു കേസ് ഒന്ന് വായിക്കാം. ഇതിനകത്ത് നമ്മളുടെ വ്യക്തി, സ്ഥലം ഇതെല്ലാം കട്ടാണ്. നമ്മൾ അല്ലാത്ത സാധനങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ആൺകുട്ടിയാണ്. കുഞ്ഞിലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ഒരു ഫണ്ണിൽ നിന്നും ക്യൂരിയോസിറ്റി വന്ന് ആദ്യമായിട്ട് ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്തത്. പിന്നെ അത് ജീവിതത്തിൻ്റെ ഭാഗമായി. മിക്കവാറും ഉറങ്ങുന്നതിന് മുമ്പ് ഭാവനയിൽ പലതും ഞാൻ കണ്ടിട്ട് ഞാൻ സ്ഥിരമായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമായിരുന്നു. ചിലപ്പോഴൊക്കെ 3-4 തവണയൊക്കെ ഒരു ദിവസത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് പഴയ സുഖമൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും ഇത് ചെയ്യാതെ എനിക്ക് ഉറക്കം കിട്ടില്ല. ആദ്യമൊക്കെ കുറ്റബോധം കൊണ്ട് കുമ്പസാരിക്കുമായിരുന്നു. കുമ്പസാരത്തിൽ പറഞ്ഞ് ഞാൻ മടുത്തു, നാണവുമായി. അതുകൊണ്ട് കുമ്പസാരവും നിർത്തി. ഇത് നിർത്താൻ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ഇതിന് ശേഷമുള്ള ശൂന്യതയും ഡിപ്രഷനും ലോൺലിനെസ്സും എല്ലാം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറവുമാണ്. ക്യാൻ യു ഹെൽപ്പ് മീ? ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു കേസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത് അഡിക്ഷനുള്ള ഒത്തിരി പേർക്ക് സഹായമായിരിക്കും. നമുക്ക് ഇന്ന് കേസ് ഒന്ന് അനലൈസ് തുടങ്ങാം.
അതായത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ്, എല്ലാവരും ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും റിയാലിറ്റിയിലോട്ട് വരുമ്പോഴേക്കും മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തന്നെ സ്വയമേ മനസ്സിലാവുന്നുണ്ട് അയാൾ പെട്ടിരിക്കുകയാണെന്നുള്ളത്. അതിൽ നിന്ന് തിരിച്ചു വരണമെന്ന് പുറത്തോട്ട് വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ സത്യം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൊതുവേ ആൾക്കാർ പറയുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കൺഫ്യൂഷൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാദർ മൈക്കിൻ്റെ യൂട്യൂബിൽ വന്നൊരു വീഡിയോ കാണുന്നതിൽ അച്ഛൻ കുമ്പസാരത്തെക്കുറിച്ച്, ഹാബിച്വൽ സിൻസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഏറ്റു പറയുന്നുണ്ട്. അതിലൊരു നമുക്കൊരു കൃപയും ഒരു റിലീഫൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ആർ വി റിയലി റിനൗൺസിങ് ദറ്റ് സിൻ? അതാണ് എൻ്റെ ചോദ്യം. കാരണം അച്ഛൻ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഓരോ കുമ്പസാരത്തിലും അത് റിനൗൺസും കൂടെ ചെയ്താലാണ് നമുക്ക് അതിന്റെ ഒരു നല്ല കുമ്പസാരത്തിനുള്ള 5 കാര്യങ്ങളല്ലേ? 5 കാര്യങ്ങൾ: പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്, പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുന്നത്, ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും വൈദികനെ അറിയിക്കുന്നത്, ഇനി മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്. ആ ഭാഗം പ്രതിജ്ഞ റിനൗൺസ് ചെയ്തിട്ട് വേണം നമ്മൾ ശരിക്ക് കുമ്പസാരത്തിൽ കയറാൻ തന്നെ. നമ്മുടെ ഒരു ഗിൽറ്റ് മാറാനും ഒരു കുറ്റബോധം മാറാനും എന്തൊക്കെ നല്ല കാര്യങ്ങൾ നാളെ ചെയ്യാനുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു കുമ്പസാരം നിലക്ക് പലപ്പോഴും കുമ്പസാരത്തിൽ നമ്മളൊരു കള്ളക്കുമ്പസാരത്തിനില്ല, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അതായത് ശരിക്കും ഈ ഹാബിച്വൽ സിൻസ് എന്നുള്ളതല്ല, സിന്ന് ഹാബിറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവം. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് റീവർക്ക് ചെയ്യേണ്ടതാണ്. ഹാബിറ്റ് പറയുന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞതാണ്, കുമ്പസാരം എസെൻഷ്യൽ ആണ്. പക്ഷേ ആ കുമ്പസാരം നമ്മൾ നെയിംസേക്ക് കുമ്പസാരമല്ല, മറിച്ച് നമ്മൾ പോസ്റ്റ് കുമ്പസാരത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു, കുമ്പസാരത്തിന് മുമ്പ് ഞാൻ എങ്ങനെ ഒരുങ്ങുന്നു, ഈ 2 കാര്യങ്ങളും വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കുമ്പസാരത്തിന് ശേഷം ഞാൻ ഈ സ്ഥാനത്ത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ദൈവം തന്ന കൃപയെ ചുമ്മാ സൈഡാക്കി വെച്ചേക്കണം, ചുമ്മാ പൊതിഞ്ഞ് വെച്ചേക്കണം. പിന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു ഒക്കേഷൻ ടു സിൻ എന്നൊരു സാധനം കൂടി ഉണ്ട്. അതായത് പലപ്പോഴും ഇപ്പൊ നമുക്ക് നമ്മുടെ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റോറിയിലേ നമുക്കറിയാം. അതായത് ഇപ്പോൾ ഇയാൾ എഴുതി ചെയ്തിട്ടുണ്ട്, രാത്രി കാലങ്ങളിൽ കിടക്കാൻ പോകുമ്പോഴേക്കും ഞാൻ ഈ പറയുന്ന ഒരു 3-4 പ്രാവശ്യം ചിലപ്പോൾ ഫാൻറ്റസിയിലൂടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നതിലൂടെ ആവാം, അങ്ങനെയാണ് ഞാൻ മാസ്റ്റർബേഷനിലൂടെ ട്രിഗേർഡ് ആവുന്നത്. അതായത് ആ സ്ക്രിപ്റ്റ് അറിയുമ്പോഴേക്കും എവിടെ നിന്ന് തുടങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ആൾ ഫോൺ തുറന്നിട്ട് പറഞ്ഞ് കാണുവാണെങ്കിൽ അവോയ്ഡ് ദ ഫോൺ, അവോയ്ഡ് ദി ഒക്കേഷൻ ടു സിൻ. അത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി ആണ്. ഇതിനെപ്പറ്റി രസകരമായ ഒരു കമന്റ് ഉണ്ട്. ഈ ഒക്കേഷൻസ്, അതായത് ഈ സാത്താന് വലിയ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. ക്രിയേറ്റിവിറ്റി കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫാക്കൽറ്റി ആണല്ലോ, ക്രിയേഷൻ അതാണല്ലോ, ദൈവത്തിന്റെ ആണല്ലോ. സാത്താൻ ഈ സെയിം സാധനത്തിലാണ് സ്ഥിരമായിട്ട് വീഴ്ച. ഇപ്പൊ നമ്മള് എന്ത് തന്നെ, ഇന്നലെ ഞാൻ സ്ഥിരമായിട്ട് വഴക്കിടുന്ന സ്ഥലങ്ങളൊക്കെ, വീട്ടിൽ വഴക്കിടുമായിരിക്കും, കൂട്ടുകാർ വഴക്കിടുമായിരിക്കും, 3 സ്ഥലത്ത് വഴക്കിടുന്നുള്ളൂ. ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നപ്പോഴായിരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും, ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പഴയ ഓർമ്മകൾ വീണ്ടും ഇങ്ങനെ അയവിറക്കി കണ്ടുപിടിക്കുമ്പോഴായിരിക്കും. ഇതൊന്നെല്ലാം പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ പൊട്ടിക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കമ്മൗട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും. പക്ഷേ ഇതിനകത്തെ ഒരു കാര്യം, ഒരു നല്ല അവയർനെസ്സോടുകൂടി എനിക്ക് മാറണം എന്ന് പറയുന്നുണ്ട്. ഒരു പോസിറ്റീവ് സൈനാണ്. രണ്ടാമത് നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യുമ്പോഴത്തെ നമുക്ക് വേണ്ട നമ്മുടെ ഒരു ബിലീവിങ് ബ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഞാൻ ബിലീവ് ചെയ്യണം, എനിക്കിതിനകത്തുനിന്ന് ഉറപ്പായിട്ടും പുറത്തു വരാൻ പറ്റും. ആ എൻ്റെ ബിലീഫ് അത് ചുമ്മാ ബിലീഫല്ല, അത് എന്നിലുള്ള മാത്രമല്ല ദൈവത്തിലുള്ള ഒരു വിശ്വാസമാണ്. ഐക്യാൻ എന്ന് പറയുന്നതിനേക്കാളും ഈ പറഞ്ഞ പോലെ ദൈവം ഈ ഒരു കാര്യം എനിക്ക് ഹീൽ ചെയ്തു തരും, ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം എനിക്ക് ആ കൺസിസ്റ്റൻസി, തീർച്ചയായിട്ടും വീഴ്ചകളുണ്ടാവും, പക്ഷേ വീണാലും ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, ദൈവം എന്നെ സഹായിക്കും. കാരണം കർത്താവിന്റെ കരുണ മലർക്കെ തുറന്നു കിടക്കുകയെന്ന് ഏറ്റവും വലിയ ഭാവിക്കും പൂർണ്ണമായിട്ട് സമാധാനം രക്ഷ ഓഫർ ചെയ്യുന്ന കരുണയുടെ ഭാഗം. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ അത് ഉപയോഗിക്കുന്നത്, സ്റ്റുഡൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ എനിക്ക് ഏതാണ്ട് IELTS കിട്ടാനും, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകാൻ. സത്യം പറഞ്ഞാൽ നമ്മൾ അത് എഴുതിയ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ സഭ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമയത്ത്, വളരെ അങ്ങനെ ഒരു സമയത്താണ് നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് പറ്റും. അതിനെ ശക്തനാക്കുന്ന കർത്താവാണെന്ന് ആ ഒരു അത്രയും ഇന്റൻസ് ആയിട്ടുള്ള സമയത്ത് എഴുതപ്പെട്ട ഒരു. ഇതിന്റെ ഒരു അതർ സൈഡ് ഉണ്ട്. ഈ നമ്മൾ ഈ അഡിക്ഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഈ സെയിന്റ് പോളിനെ പറ്റി പറയുന്ന മനോഹരമായ സാധനമുണ്ട്. സെയിന്റ് പോളിന് ഒരു മുള്ളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ മുള്ള് ചിലത് പറയുന്നു സെയിന്റ് പോളിന്റെ കോപമായിരുന്നു, മറ്റ് ചെറിയൊരു വേഷം പറയുന്ന സെയിന്റ് പോളിന്റെ സെക്ഷൽ ആസ്പിറേഷൻസ് ആയിരുന്നു, സെയിന്റ് പോളിന്റെ ബാക്ക് പെയിൻ ആയിരുന്നു, പല സ്റ്റോറി. പക്ഷെ അതൊരു സെയിന്റ് പോളിന്റെ ഒരു കോപമോ സെക്ഷൽ ആസ്പിറേഷൻ എന്ത് തന്നെ ആയാലും സെയിന്റ് പോൾ തന്നെ ട്രൈ ചെയ്യുന്ന സാധനം ഞാൻ വീഴുമായിരിക്കും. അപ്പൊ എനിക്ക് കൃപ മതി. ഇതിനകത്ത് പക്ഷെ നമ്മൾ വിട്ടുപോകുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഇത് എന്റെ കഴിവ് കൊണ്ട് അല്ലാണ്ട് ഞാൻ ഏതാണ്ട് ചെയ്ത് ഇതിനകത്ത് രക്ഷപ്പെടാന്നുള്ളതിനേക്കാളും ഇതിനകത്ത് ഞാനല്ല, എൻ്റെ കർത്താവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിന് വിട്ടുകൊടുക്കുകയും കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോഴേക്കുമാണ് ഇതിനകത്തുള്ള പൂർണ്ണമായിട്ട് രക്ഷ സാധിക്കുക. നമ്മുടെ കഴിവിൽ ഒരു ഈഗോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൈഡിൽ എലമെന്റ് ചാടുന്നുണ്ട്.
അവിടെ കയറി കൊളുത്തും. അവിടെ സാത്താൻ കൊടുത്തു. അപ്പൊ നമ്മുടെ പഴയ പാട്ട് അതിനകത്ത് ഒറ്റയ്ക്ക് ഇത് ഡീൽ ചെയ്യാൻ പോകുന്നതിനേക്കാളും ശരിക്കും ഇതിനൊരു ഗ്രേസ്ഫുൾ ലിസണറും കൂടെ ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നു. കുമ്പസാരം മോർ ദാൻ സ്പിരിച്വൽ ഡയറക്ഷൻ. നമുക്ക് എവിടെയെങ്കിലും അക്കൗണ്ടബിൾ ആയിട്ട് സംസാരിച്ചു തുടങ്ങുക. ഈ കുമ്പസാരത്തിന് പുറത്ത് തന്നെ ഇതിനെപ്പറ്റി ഒരു അച്ഛനോടോ അല്ലെങ്കിൽ അറിവുള്ള ആരോടോ സ്പിരിച്വലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരോടെങ്കിലും സംസാരിച്ചു തുടങ്ങുക എന്നുള്ളത്. അതുപോലെ വെച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് എൻ്റെ തലയിൽ വന്നു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ ആ പറഞ്ഞ കേസിലാണെങ്കിൽ അവരെ ആ സ്വയംഭോഗത്തിലോട്ട് നയിച്ചത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിരുന്നു. അവരോട് അതെ അവരുടെ അടുത്ത് ക്ഷമിക്കുക. അതുപോലെ തന്നെ എനിക്കിങ്ങനെ പറ്റിപ്പോയി എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ അത് അവരൊരു ഗിൽറ്റിലോട്ട് നയിക്കുന്നുണ്ടാവും. ഞാൻ ഇത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ വീണ് പോയേ എന്നുള്ള ഇതില് നമ്മൾ സ്വയം ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഗിൽറ്റ് ഹാർബർ ചെയ്യുന്നത് സാത്താനാണ്. അതെ, കുറ്റബോധം ഒരിക്കലും ദൈവത്തിന്റെ അല്ല. പാപബോധവും പശ്ചാത്താപമല്ലേ. നമ്മൾ ഞാൻ ചീത്ത കുറ്റബോധം തരുന്നത് സാത്താൻ നമ്മൾ ആ സർക്കിളിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടുപോയി. കുറ്റബോധം ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ രക്ഷപ്പെട്ടിട്ടില്ല. റിഗ്രറ്റ് ആൻഡ് റിപ്പന്റ് രണ്ടിനും വ്യത്യാസമുണ്ട്. എന്റെ രണ്ട് സ്റ്റോറിയാണ്. ഡേ ആൻഡ് നൈറ്റ് വ്യത്യാസമുണ്ട്. ഡേ ആൻഡ് നൈറ്റ് വ്യത്യാസം കൃത്യമായിട്ടുണ്ട്. സെൽഫ് അവയർനെസ് ആണ് സത്യം പറഞ്ഞ ഒരു കീ എന്ന് പറയുന്നത്. എനിക്ക് അവിടെ ട്രിഗർ പോയിന്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയതാണ്. നമ്മളുടെ ട്രിഗർ പോയിന്റുകളെ മനസ്സിലാക്കണമെങ്കിൽ സെൽഫ് അവയർനെസ് വേണം. ഇതിന് ഏറ്റവും കൂടുതൽ ബദലായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻ ആണ്. കാര്യം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് നിർത്തുന്നത് സോഷ്യൽ മീഡിയയും അല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മളുടെ സെൽഫ് അവയർനെസ്സിനെ. എനിക്ക് രാത്രി ഇരുന്ന് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഞാൻ ഇന്നത്തെ ദിവസം എങ്ങനെ പോയി എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അതിനുള്ള എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. സോ ഈ ആദ്യത്തെ ട്രിഗർ പോയിന്റും ആദ്യത്തെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ ഈ ഡിസ്ട്രാക്ഷൻസ് തന്നെ ആയിരിക്കും. ഈ സെൽഫ് അവയർനെസ് പറ്റിയ സാധനമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ബൈബിൾ റെഫറൻസുകളുണ്ട്. നമ്മൾ ധൂർത്തപുത്രൻ ഓർമ്മ. ധൂർത്തപുത്രൻ അവൻ പന്നിക്കുഴിയിൽ കിടന്നപ്പോൾ അവന് ബോധോദയം ഉണ്ടായി. അവൻ ആ ഒറ്റയ്ക്ക് കിടന്ന് നശിച്ചില്ലാതെ കിടക്കുമ്പോൾ അവൻ ഗ്ലോറിയെ പറ്റി ആലോചിക്കുകയാണ്. എത്ര നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റാ. ഈ സെൽഫ് അവയർനെസ് തന്നെ നല്ല പോലെ. സെൽഫ് അവയർനെസ് വർക്ക് ചെയ്യണം. അവിടുന്ന് അവൻ എഴുന്നേറ്റ് നടന്നു. എഴുന്നേറ്റ് നടക്കുക എന്നുള്ളതാണ് അപാര പോയിന്റ്. അപാര ധൈര്യം, അപാര ഡിപ്പെൻഡൻസ്. എനിക്ക് മുമ്പിൽ ഐ ഹാവ് എ ഗോഡ്, എനിക്കൊരു ബിഗ് ഗോഡ്, എനിക്ക് എന്തും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്പനുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു പോകാനുള്ള നല്ല കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഒരു വലിയ തിരിച്ചറിവുണ്ട്. ഞാൻ എത്ര വലിയ മാരകമായിട്ടുള്ള പാപം ചെയ്താലും ഐ വിൽ ത്രോ മൈസെൽഫ് ബാക്ക് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് മൈ ലോർഡ് എന്നാണ് മുസ്തറീസ പറയുന്നത്. അതായത് ഇറ്റ് ഇസ് ഹെർ ലിറ്റിൽ വേ. എന്നെ എടുത്തു പൊക്കാൻ ഒരു കർത്താവ് ഉള്ളപ്പോഴേക്കും ഞാൻ എന്തിനെ പേടിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ എത്ര ശ്രമിച്ചാലും വീണ്ടും പോയേക്കാം. പക്ഷേ നെവർ എവർ സ്റ്റോപ്പ് ട്രൈങ് ടു ഗെറ്റ് ബാക്ക് അപ്പ്. ഏറ്റവും വലിയൊരു സെൽഫ് അവയർനെസ് എന്ന് പറയാൻ ഐ ആം എ ചൈൽഡ് ഓഫ് ജീസസ്. ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ്. അത് റിപ്പീറ്റഡ്ലി എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ നമ്മളിങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അത് ഈ നമ്മൾ റൂമിനേറ്റ് ചെയ്യുന്നത് പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ ഞാൻ സ്ഥലത്ത് വായിച്ചാണ്. രണ്ട് കാര്യങ്ങൾ ഈ സെക്ഷൽ അഡിക്ഷൻസ് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ റിപ്പീറ്റഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഈ സെക്ഷൽ തോട്ട്സ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചീത്ത എന്നുള്ളത്. നോ, ഫസ്റ്റ് statement, I am a child of God and sexuality is the greatest gift from God. Praise the Lord. ഇത് തുടർച്ചയായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ് സെക്ഷുവാലിറ്റി. അതുകൊണ്ട് റെപ്പറ്റീഷൻ ആണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് നമ്മളെ കമ്മിറ്റ് ചെയ്യുന്നെങ്കിൽ യു ഷുഡ് റിപ്പീറ്റ് ദീസ് വേർഡ്സ്. അപ്പൊ ആ സാധനം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. I am a child of God, sexuality, a beautiful gift from God. ശരിക്കും സൈക്കോളജിക്കൽ അങ്ങനെ ഒരു ടെക്നിക്ക് തന്നെയുണ്ട്, ഓട്ടോ സജഷൻ കൊടുക്കുക എന്ന് പറയും. എക്സാക്ട്ലി. പറഞ്ഞുകൊണ്ടിരിക്കണം യു ആർ ഗുഡ്, യു ക്യാൻ ഡു, യു വിൽ എക്സൽ എന്നൊക്കെ തുടർച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ എനിക്ക് ഏറ്റവും നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ ഒന്ന് ഫോർഗിവ്നെസ്. ഒരു പാസ്റ്റ് സിൻ തുടങ്ങി തരുന്ന അവർക്കൊരു പേഴ്സണൽ ഫോർഗിവ്നെസ്, അല്ലെങ്കിൽ ലീഡ് ചെയ്ത ഫോർഗിവ്നെസ്. രണ്ട്, കൺഫെഷൻ ഒരിക്കലും ഫേക്ക് ആയിട്ട് ചെയ്യരുത്. കൺഫെഷന്റെ പ്രൊസീജിയർ ഉണ്ട്. അത് നല്ലൊരു ഹീലിംഗ് മെത്തഡോളജിയാണ്. അത് ഫുൾനെസ്സോടെ ചെയ്യുക. രണ്ട്, നെവർ ഗിവ് അപ്പ്. സ്വർഗം കാത്തിരിപ്പുണ്ട്. ഒരിക്കലും നീ വീണ് പോലും കുഴപ്പമില്ല, കം ബാക്ക് എന്ന് പറഞ്ഞ കാത്തിരിക്കുന്ന ദൈവം നമുക്കുണ്ട്. ഇത് നമുക്കിനി നമുക്ക് ഒന്ന് രണ്ട് കേസ് നമുക്ക് അടുത്തോളം വായിക്കാൻ തോന്നും. നമ്മുടെ സമയത്തിന്റെ പരിമിതി പോലും. രണ്ടാമത്തത് ഒരു പെൺകുട്ടിയുടെ ഒരു എഴുത്താണ് കേട്ടോ. ഞാൻ 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. കുഞ്ഞിലെ ഒരു ബന്ധു എന്നെ മോശമായി സ്പർശിച്ചത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതോടെ എനിക്ക് ഭയങ്കര പേടി, ഇൻസെക്യൂരിറ്റി, സ്ട്രെസ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഒരു ടീനേജ് വന്നപ്പോഴത്തേക്ക് പോൺ കാണാനും മാസ്റ്റുബേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. എന്നാൽ ഞാൻ ഇന്ന് കം ഔട്ട് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഐ റിയലി വാണ്ട് ടു കം ഔട്ട് ഓഫ് ദിസ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ ഏകദേശം 2-3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞതാണ്. എന്നാലും ഒന്ന് ഒറിജിനൽ വൂണ്ടാണ്. എവിടുന്ന് ഈ കുട്ടിക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്നു, ഒരു ചൈൽഡ് അബ്യൂസിന്റെ ഭാഗം. രണ്ട്, കുട്ടി പറഞ്ഞൊരു കാരണം ഫേവറബിൾ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് വീണ്ടും പോകുന്നു. 3, സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി ഇതൊക്കെ വരുമ്പോൾ എൻ്റെ ഈസി വെൻ്റ് ഔട്ട് ആണ് മാസ്റ്റുർബേഷൻ. ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്ന വിചാരിക്കുന്നു. ഒറിജിനൽ വൂണ്ട് എന്താ പറയാ, നമുക്ക് ഏത് പ്രായത്തിലാണെങ്കിലും ഒറിജിനൽ വൂണ്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പം ആ പറഞ്ഞ കേസിലാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അബ്യൂസ് കിട്ടി, അങ്ങനെ ഒരു വൂണ്ടുണ്ടായി ഇരിക്കുന്ന അവസ്ഥയാണ് ആ കുട്ടിയുടേത്. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, മുറിവുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയ്ക്കും ക്ലോസ് ആയിട്ട് ഈശോ കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഹീലിംഗ് വളരെയധികം ഈശോൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹീലിംഗ് കിട്ടും. ആ ഹീലിംഗ് കിട്ടുന്നതിലൂടെ നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റ്, അതായത് നമുക്ക് ഒറിജിനലി ദൈവം തന്നിരിക്കുന്ന ആ വിശുദ്ധിയിലോട്ട് നമുക്ക് തിരിച്ചെത്താൻ പറ്റുന്നതാണ്. ഒറിജിനൽ ഹോളിനെസ്സിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഏറ്റവും വലിയ സാധ്യത, ഒരു ഡോർവേ എപ്പോഴും ഓപ്പൺ ആണ്. ഈ ഒറിജിനൽ വൂണ്ടിന് ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ് ഫൊർഗീവ്നെസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആ ഒറിജിനൽ വൂണ്ട് സമ്മാനിച്ച ആളോട് ഫൊർഗീവ് ചെയ്യാൻ പഠിക്കുക, സ്വയം ഫൊർഗീവ് ചെയ്യാൻ പഠിക്കുക, ആ സിറ്റുവേഷനോട് ഫൊർഗീവ് ചെയ്യാൻ പഠിക്കുക, അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്കിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കുരിശുരൂപത്തിനൊക്കെ മുമ്പിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ ഒന്ന് മനസ്സിൽ ഓർത്തും അല്ലെ, അങ്ങനെ ചില നമുക്ക് വചനം വെച്ച് നമുക്ക് അത് ഹീലിംഗ്, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വചനം നമുക്ക് എടുത്തത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് നമുക്ക് ആ ഹീലിംഗ് വാങ്ങിക്കാം. പിന്നെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി അത് നമുക്ക് ഉപയോഗിക്കാം. യേശുനാമം ഉപയോഗിച്ച്, കാരണം വചനം അങ്ങനെ തന്നെ ഉണ്ടല്ലോ യേശുനാമത്തിന്റെ പവറിനെ പറ്റി. അപ്പം യേശുനാമത്താലും തിരുവചനത്താലും ഈ ഹീലിംഗ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പല രീതിയിൽ ഈ ഒരു പ്രശ്നം നമ്മളുടെ ജീവിതത്തിലേക്ക് വരാം. പിയർ പ്രഷർ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബോണ്ട് അബ്യൂസ് ആവാം. സംഭവിക്കുന്ന ഒരു കാര്യം, ഇതിനെ നോർമലൈസ് ചെയ്യാതിരിക്കുക. ഇത് ഏറ്റവും വലിയൊരു പിറ്റ് ഹോൾ എന്ന് പറയുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം അത് നോർമലൈസ് ചെയ്യപ്പെടും നമ്മുടെ ചുറ്റുപാടുള്ള. അതിന് പകരം നടക്കേണ്ടത് ഒരു ന്യൂട്രലൈസേഷനാണ്. ന്യൂട്രലൈസേഷൻ ഓഫ് സിൻ. എൻ്റെ ജീവിതത്തിലുള്ള ആ പാപത്തിൻ്റെ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് അതിനെ എന്നിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. അതിന് കൺഫെഷൻ അത് പ്രത്യേകിച്ച് നടക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരുപക്ഷെ ജീസസ് യൂത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല വെളിയിൽ വളരെ അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആളായിരിക്കാം. അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം വേറെ ആർക്കും അറിയത്തില്ലായിരിക്കാം. അപ്പോൾ ലൈഫിലൊരു ഇന്റഗ്രിറ്റി, അതായത് എൻ്റെ ഉള്ളിലെ ജീവിതവും എൻ്റെ വെളിയിലുള്ള ജീവിതവും ഒന്നായി മാറുന്ന ആ ഇന്റഗ്രിറ്റിയിലേക്ക് വരാൻ ഭയങ്കര പാടായിരിക്കാം. ആ ഒരു അച്ഛൻ്റെ മുമ്പിൽ വന്ന് ഞാൻ എൻ്റെ കീറി മുറിച്ച് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഞാനെന്ന് പറയുമ്പോൾ തന്നെ ഒരു റീവയറിങ് നടക്കുന്നുണ്ട്. അത് ഭയങ്കര പാടായതുകൊണ്ട് അത് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഒരു റീവയറിംഗ് ആണ് നടക്കുന്നത്. അവിടെ തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കൺഫെഷൻ നടക്കുകയും രണ്ടാമത്തെ കൺഫെഷൻ നടക്കുകയും പിന്നെ മൂന്നാമത്തെ കൺഫെഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് കൂടുന്നതായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ സെൽഫ് അവയർനെസ് ആയിട്ട് നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യുമ്പോഴേക്കും ആ ഒരു ഗ്യാപ്പ്, നമ്മൾ അതിനോടൊരു പാപത്തോടുള്ള റെസിസ്റ്റൻസ് നമുക്കത് കാണാൻ സാധിക്കും. അതാണ് ഒരു ഗ്രേസ് എന്ന് നമുക്ക് സാത്താന്റെ ഗ്രിപ്പ് പോയിക്കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ ആരോടും പറയാതിരിക്കുമ്പോഴാണ് സിൻ ഇങ്ങനെ ശക്തി വലുതായിക്കൊണ്ടിരിക്കുന്നത്. എപ്പോ ദാറ്റ് ഈസ് ബീങ് ഷെയർഡ്, എസ്പെഷ്യലി നമ്മളൊരു ഹോളി ആംബിയൻസിൽ, ഒരു സാക്രമെന്റ് ആംബിയൻസിൽ പറയുമ്പോൾ തന്നെ ആ ക്ലച്ച് സാത്താൻ നഷ്ടപ്പെടുകയാണ്. പിശാചിനെ പറ്റി പറയുന്നതാണ്, സാത്താനെ പറ്റി പറയുന്നതന്നെ. അവൻ നുണയന്റെ പിതാവാണ്. അപ്പൊ അവൻ നുണ പറയാൻ ഇത് പറ്റില്ല, നടക്കത്തില്ല, ആൻസൈറ്റി വന്ന് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. സോ അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മളതിനെ പുറത്താകുക, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. തളരരുത് എന്ന് തന്നെയാണ്. തളരരുത് രാമൻകുട്ടി എന്ന് പറയുന്നത്, ഒരിക്കലും തളരാതെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇത് പാപം ചെയ്യുമ്പോൾ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യം, ഫസ്റ്റ് ഇറ്റ് ഹൈഡ്സ് ദ കോൺസിക്വൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് യുവർ ഫോക്കസ് ഓൺലി ഓൺ ദ മൊമെന്ററി പ്ലഷർ. അതിനുശേഷം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഹൈഡ്സ് യുവർ ഐഡന്റിറ്റി, ദ ട്രൂ ഐഡന്റിറ്റി, ദാറ്റ് ഈസ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്, ഹോളിനെസ്. നിങ്ങൾ അതാണ് അടുത്ത സ്ട്രാറ്റജി ഓഫ് സീറ്റൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ യു കനോട്ട് ഓവർകം എന്നുള്ള കള്ളവും കൂടെ പറയും. അടിച്ചേൽപ്പിക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ സ്ട്രാറ്റജിയാണ് എല്ലാ പാപത്തിലും വർക്ക് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റജി എല്ലാം കള്ളമാണെന്നും ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേക്കേ നമ്മുടെ ഫസ്റ്റ് ഹീലിംഗ് നടക്കുകയുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ എതിരാളി നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ പാപത്തിൽ വീണ് ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു പോകുന്നു. ഞാൻ എൻ്റെ കർത്താവിന് യോഗ്യനല്ല, ഇനി ഞാൻ കർത്താവിന് പോകാൻ ഞാൻ ഒട്ടും കൊള്ളത്തില്ല എന്നുള്ള ചിന്ത വരുമ്പോഴേക്കും അതൊരു ഈ പറയുന്ന സാക്രമെന്റിലോട്ട് പോകാനും അല്ലെങ്കിൽ വീണ്ടും പള്ളിയിൽ പോകാൻ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പോലും നമ്മളെ പിന്നെ ഇൻഹിബിറ്റ് ചെയ്യും. അഗസ്തീനോസിന്റെ ഏറ്റവും പോപ്പുലർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നിന്റെ അനുവാദമില്ലാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ അനുവാദമില്ലാതെ നിന്നെ രക്ഷിക്കാനാവത്തില്ല. കാരണം ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ദൈവത്തിന് എടുക്കാൻ പറ്റില്ല. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ബാക്കി ദൈവം മിറക്കിൾ ചെയ്തു. അതിനകത്ത് വേറെ ഈ പാപസുഖം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. പലപ്പോഴും നമുക്ക് ഈ സൈക്ലിംഗ് നമുക്ക് നമ്മൾ തന്നെ അത് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടെത്തി നമ്മൾ
നമ്മൾ ആ പ്ലഷറിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിനകത്ത് അടുത്തുണ്ടായിരുന്ന ആ കുട്ടി പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഫേവറബിൾ സിറ്റുവേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒക്കേഷൻ ടു സിൻ, അതായത് ഇത് പാറ്റേൺ ആണല്ലോ, അത് ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ. അതിനാണ് ഈ എക്സാമിൻ ഓഫ് കോൺഷ്യൻസ് പോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രാക്ടീസസ് അവരുണ്ട്. അതുപോലെ തന്നെ അടുത്ത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, കുട്ടി പറഞ്ഞേക്കുന്ന സ്ട്രെസ്, ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ത് വന്നാലും മൈ വെന്റൗട്ട് ഈസ് മാസ്റ്റുർബേഷൻ. ഞാൻ കാണുന്നത് ഈസി എക്സിറ്റ്. അതാണ് അടുത്ത ബിഗ്ഗസ്റ്റ് ലൈൻ. ആ പോയിന്റിൽ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാനോ അല്ലെ അതിനെ മാറ്റാനോ നമുക്ക് വേറെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ബ്രെയിനെ വേറെ ചെയ്യാം. നമുക്ക് നെഗറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാം, പോസിറ്റീവ് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കാതെ അതിലേക്ക് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ കോപ്പിംഗ് മെക്കാനിസം ഓൾറെഡി പറഞ്ഞതാണ്. സ്പോർട്സ് ചെയ്യുന്നതാവാം, എഴുതുന്നതാവാം, വായിക്കുന്നതാവാം, മ്യൂസിക് ഹാങ് ഔട്ട് ചെയ്യുന്നതാവാം. തമാശ രാവിലെ ഒരു കാര്യം പറയും. ഇപ്പൊ ഈ രാത്രി ഉറങ്ങാൻ നല്ല സുഖമാവെന്നൊക്കെ ഞാൻ എനിക്ക് മുന്നത്തെ കേസുകളിൽ പറഞ്ഞത്, മാസ്റ്റുർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങാൻ നല്ല സുഖമാണെന്ന്. ഒന്നുമില്ലെങ്കിലും ജവമാലെങ്കിലും ചെല്ലാൻ നോക്കുക. അങ്ങനെയല്ല, ഉറപ്പായിട്ട് ജവമാല മുഴുവൻ തീർക്കണം. പക്ഷേ അതൊരു ഈ അമ്മച്ചിയോട് പറയാറുണ്ട്, ഉറങ്ങാനൊക്കെ ഒരു 9 എത്രയും ചെല്ലാമെന്ന് പറയാറുണ്ട്. നമ്മൾ കോൺസെൻട്രേഷൻ 9 പൂർത്തിയാക്കാൻ പറ്റുമോ? ഭയങ്കര കോപ്പി മെക്കാനിസം. ഇതാണ് ഈ സ്പിരിച്വൽ ട്രഡീഷൻ എന്ന് പറയുന്ന റിച്ചസ് ആണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ മറന്നു പോകുന്ന അതായത് തിക്ക് സാധനങ്ങളുണ്ട് നമ്മൾ. ഞാനിങ്ങനെ പറയുമ്പോഴും എന്റെ മനസ്സിലൊരു പിക്ചർ, മാതാവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് മാതാവിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കുട്ടീനെ പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പോലും ശിശുസഹജമായ പ്രത്യാശ. അതായത് ഞാൻ പറയണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടേതായുള്ള ഒരു നാക്കുണ്ട്. എന്ത് പൈശാചിക ബന്ധനാണെങ്കിലും എന്ത് പൈശാചികമായിട്ടുള്ള കീഴ്പ്പെടുത്തലാണെങ്കിലും അമ്മയുടെ മുമ്പിൽ അവന്റെ ഒരു കളി നടക്കൂല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാതാവ് അതിന്റെ ഒരു മാതാവിനെ പറ്റി ഉൽപ്പത്തി പറഞ്ഞു തുടങ്ങുന്നത് എന്താ? അവൻ സാത്താന്റെ ദൈവം അങ്ങനെയല്ല വെല്ലുവിളിക്കുന്നത്. സ്ത്രീയും അവന്റെ സന്തതിയും തമ്മിൽ നിങ്ങൾ യുദ്ധം ഉണ്ടാവും, അവൻ നിന്നെ വലിച്ചെറി. പിന്നീട് മാതാവിന്റെ വിശുദ്ധിയെ പറ്റി പറഞ്ഞ ഉൽപ്പത്തി തുടങ്ങുന്നു, മാതാവിന്റെ വിശുദ്ധിയെ പറ്റി പറഞ്ഞ വെളിപാട് അവസാനിക്കുന്നു. ആ സ്ത്രീയും അവർ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് മാതാവിന് അൾട്ടിമേറ്റ്ലി സത്താന്റെ ഇതുപോലെയുള്ള ഭീകരമായ സിൻസിനെതിരെ കൃത്യമായിട്ട് അധികാരം കൊടുത്തിട്ടുണ്ട്. അവന് ജനിച്ചത് പാപമില്ലാതെ, ജീവിച്ചത് പാപമില്ലാതെ അതുകൊണ്ട് സ്വർഗം കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ ശരീരം ഒരിക്കലും പാപം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ശാരീരിക പാപങ്ങൾക്ക് മേലെ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ അതിശക്തമായ ഒരു കൃപയുണ്ട്, ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ബോഡി. ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു സ്പിരിച്വൽ ഹാബിറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് കുർബാനയാണ്. കുർബാനെ പറ്റി ബ്യൂട്ടിഫുൾ തിയറി എനിക്ക് മനസ്സിലായത്, അതായത് കുർബാന ഈശോയുടെ ശരീരം. ഈ നമുക്ക് ഈ ഇതുപോലെ സെക്ഷൽ സിൻസ് ആണ് നമുക്കുള്ളത്. ഈശോയുടെ നിർമ്മലമായ ശരീരം തുടർച്ചയായിട്ട് എന്റെ ശരീരത്തിലേക്ക് വരികയും ഞാൻ ആ ശരീരത്തിന്റെ രക്തത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുമ്പോൾ മൈ ഹോൾ ബോഡി, എന്റെ എല്ലാ സെൻസിലേക്കും എന്റെ ബ്ലഡ് സെൽസിലേക്കും എല്ലാം ഈശോയുടെ ശരീരം കൊണ്ട് നിറയുകയല്ലേ. അത് തരുന്നൊരു ഹോളിനെസ്സും ഒരു റിച്ച്നെസ്സും ഒരു ട്രാൻസ്ഫോർമേഷനും അതിഭീകരം. ബിയോണ്ട് കമ്പാരിസൺ ആണ്. പ്രത്യാശയോടുകൂടിയും വിശ്വാസത്തോടും സ്വീകരിച്ചാൽ തന്നെ ഒരുപാട് വ്യത്യാസം പോകും. അതുകൊണ്ടാണ് ഈ വിശുദ്ധന്മാരൊക്കെ പറഞ്ഞത് ഫ്രീക്വന്റ് കൺഫെഷൻ, ഫ്രീക്വന്റ് സാക്രമെന്റ് ഓഫ് റിസപ്ഷൻ ഓഫ് യൂക്രിസ്റ്റ്. ഇത് രണ്ടും കൊണ്ട് തകർക്കാൻ പറ്റാത്ത സാധനങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയപരിമിതി മൂലം ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. മാസ്റ്റുർബേഷനെ പറ്റി നമ്മൾ 3ാമത്തെ എപ്പിസോഡായിരുന്നു. ഇനി നമ്മൾ ഇതിന്റെ എനിക്ക് മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോയെങ്കിൽ മാത്രമേ എല്ലാ ഏരിയയിലും സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു ഹീലിംഗ് വരത്തുള്ളൂ. നമ്മൾ അതിനുള്ള ശ്രമമായിരുന്നു. എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു ഹോളി ഹാബിറ്റ്, ആർക്കും ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹാബിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു കുരിശ് കാണുള്ളൂ. ഇതൊരു നല്ല ഒരു ബെനഡിക്ഷ്യൻ ക്രോസ് ആണ്. സാത്താന്റെ മേൽ പ്രത്യേക കൃപയുള്ള, സാത്താനെതിരെ ഏറ്റവും ശക്തമായ, ഒന്ന് കർത്താവിന്റെ കുരിശ്, 2 മിസ് ബെനഡിക്റ്റിന്റെ പ്രത്യേക കാശരൂപമുള്ള സ്പെഷ്യൽ പവറുള്ള. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ യൂത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ കുരിശ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ വർക്കിംഗ് ടേബിളിലോ നിങ്ങളുടെ ബാഗിലൊക്കെ എപ്പോഴും കൊണ്ടു നടക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇതും വിശുദ്ധ ജലവും അതിശക്തമായ ആയുധങ്ങളാണ്. നമുക്കൊരു 3 കാര്യങ്ങൾ, നമ്മൾ സംസാരിച്ച കാര്യങ്ങളാണ്, 3 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആർക്കും സെൽഫ് ഡെലിവറൻസ് ചെയ്യാം. അല്പം തിരുജലം കയ്യിലെടുക്കുക, കുരിശ് കയ്യിലെടുക്കുക, കുരിശ് വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ കുരിശ് നമ്മുടെ തന്നെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങൾ ചെയ്യണം. 1, നമ്മൾ മാപ്പ് അപേക്ഷിക്കണം. 2, നമ്മൾ പാപത്തെ ഉപേക്ഷിക്കുന്നു പറയണം. 3, നമ്മൾ ഈ പാപത്തെ ഈശോയുടെ തിരുക്കുരിശിലേക്ക് ആട്ടിപ്പായിക്കണം. 3 പ്രോസസ്സാണ്. ഇത് ഭയങ്കര ഹീലിംഗ് പ്രോസസ്സാണ്. ഏത് പാപത്തെയും കീഴടക്കാൻ ഇതുപോലെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയും ഇതുപോലെ ശക്തിയുള്ള ആയുധവും സ്വർഗ്ഗം നമുക്ക് തരുമ്പോൾ ഉപയോഗിക്കാതെ പോകരുത്. നമുക്ക് ആ ഒരു കൃപയ്ക്ക് വേണ്ടിയും ഇതുപോലുള്ള പാപത്തെ തള്ളിപ്പറയാനുള്ള ധൈര്യത്തിന് വേണ്ടിയും ദൈവമക്കളുടെ ദൈവ പൈതൃക സ്വാതന്ത്ര്യത്തെ വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമുക്കൊരു നിമിഷം ലോകം മുഴുവനുമുള്ള യുവജനങ്ങളെ, ടീൻസിനെ, ഏത് പ്രായത്തിലും ഈ ഒരു തഴക്കദോഷത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഞങ്ങൾ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കൃപ പെരുമഴ പോലെ അനേകരിലേക്ക് ഇറങ്ങി വരട്ടെ. ശക്തമായ ഡെലിവറൻസ് ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടട്ടെ.
തമ്പുരാനെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ ഒരു തലമുറയെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് സ്വയംഭോഗം എന്ന പാപത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. സ്വയംഭോഗം എന്ന പാപത്തെ ഈ തലമുറ ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. തമ്പുരാനെ, ഈ സ്വയംഭോഗം എന്ന പാപത്തെ നിന്റെ കുരിശിലേക്ക് ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. ഞങ്ങൾ എല്ലാവരും സ്വതന്ത്രരാവട്ടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയും ചെയ്യട്ടെ. അമ്മേ മാതാവേ, പാപമേശാത്തവളെ, നിർമ്മലയായവളെ, നിന്റെ മടിയിൽ, നിന്റെ നീലക്കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. പാപമേക്കാതെ, പാപത്തിൽ പെടാതെ ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കണമേ. സകല വിശുദ്ധരെ ഈ രാത്രിയിൽ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്.